ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഉപ്പിലിട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ശരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അപ്പം ഇതിനെ രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക ചെയ്യണത്. ഇപ്പം നമ്മൾക്കിങ്ങനെ രണ്ടാക്കാതെ തന്നെ റൗണ്ട് ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പിലിടാം. ഇതിപ്പം ഒരുപാട് തിൻ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുമ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടുമേ. ഇനി നമ്മൾക്ക് ഇതിനെ ഞാൻ വീണ്ടും രണ്ടാക്കി കട്ട് ചെയ്യുവാണ്. കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് കുപ്പിക്കകത്ത് പോകുന്ന രീതിയിൽ ആക്കുകയാണ്. ഇനി പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നടുവേ കീറാം. എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് വിനെഗർ ചേർക്കണം. അതിനുശേഷം ഒരു 1.25 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾക്കത് ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് പൈനാപ്പിളിലോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾക്കൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലോട്ട് പൈനാപ്പിൾ എല്ലാം നിറച്ച് കൊടുക്കാം. പൈനാപ്പിളും ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് നിറച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഈ വെള്ളം, തണുത്ത വെള്ളമാണ്, അത് ഇതിലോട്ട് ഒഴിക്കാം. നിറച്ച് ഒഴിക്കാം നമ്മൾക്ക്. ഇനി ഇത് മൂടി വയ്ക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് അതുപോലെ നല്ല മധുരവും എരിവും ഉപ്പും കൂടിയിട്ടുള്ള ഒരു രുചിയിൽ നമ്മൾക്ക് കിട്ടും. ഇത് തിന്നായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇപ്പോഴത്തെ ഇത് കണ്ടോ, 2 ദിവസത്തിന് ശേഷമാണ് നല്ല ഇത് കണ്ടോ, മുളകിൻ്റെ വരെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പൈനാപ്പിൾ ശരിക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.